ഗുഡ് എന്ന ആളുകൾ എടുത്ത് പറയുന്നത് എനിക്കൊന്ന് സൺഡേ ഹോളിഡേ ഒരു വലിയ ഹിറ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ മൈൻഡ് ഒക്കെ ഉള്ള ആളുകൾ തന്നെയാണ് ഋഷി. അപ്പോ അത് വളരെ നന്നായിട്ട് ഈ സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മൊത്തത്തിലുള്ളൊരു കളർ സ്കീമും ഇവിടെ കാണിച്ച പോസ്റ്ററും ഒക്കെ കണ്ടാൽ മനസ്സിലായി കാണുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമ ഇല്ല എന്നുള്ളത്. പിന്നെ പേഴ്സണലി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് എന്റെ എന്ത് മണ്ഡലത്തിന് ഞാൻ ചെയ്താലും ആദ്യം അഭിപ്രായം ചോദിക്കുന്നത് എന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റും എന്ന് വാശി പിടിക്കുന്നത് എന്റെ സുഹൃത്താണ്. അടിപൊളി കണ്ടിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ അല്ലേ? പകിടണ്ട് അടിപൊളി ക്യാരക്ടേഴ്സിന്റെ പേരുകൾ പറഞ്ഞപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്ന, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന, കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഇതിന്റെ ടൈറ്റില് ഇന്നാണ് ഞാൻ കാണുന്ന ഒരു ഗംഭീര ടൈറ്റിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇന്നലെ എനിക്കൊരു ഫോൺ വന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും പിന്നെ എൻ്റെ ബാല്യകാല സുഹൃത്തും ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. എനിക്കത് ആരാണ് അഭിനയിക്കുന്നതെന്ന് പോലും പ്രിയപ്പെട്ട ആസിഫാണെന്ന് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതിനെപ്പറ്റി ഒരേ എഴുതിയില്ല. ഞാൻ ഒന്നാമത് സിനിമാ വേദികളിൽ നിന്നും അങ്ങനെ വരുന്ന ഒരാളല്ല. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് പറഞ്ഞ് നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പറയട്ടെന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ദിസ് ഫോർ ഇൻവൈറ്റ്. വിളിച്ചിട്ടേക്കും വരും. എൻ്റെ സ്വന്തം ജ്യേഷ്ഠന്റെ സിനിമയാണ്, സ്വന്തം ഫാമിലിയുടെ സിനിമയാണ്. സോ ആസിഫ് വാസ് ഓൾവേസ് എ സപ്പോർട്ട്. ദിസ് വെരി ഹാപ്പി ഫോർ ദ ക്രൂ ആൻഡ് എക്സൈറ്റഡ് ഫോർ ദ ഫിലിം. ദിസ് ടൈറ്റിൽ പൊളിച്ചു. ഒരു എക്സൈറ്റ്. ഞാൻ എൻ്റെ കുടുംബത്തിലെത്തിയ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് അന്യരായിരിക്കാം, പക്ഷെ എനിക്ക് അന്യരല്ല. അത് ചിദംബരമായാലും അപ്പുറത്തിരിക്കുന്ന സഞ്ജയായാലും വിഷ്ണുവായാലും ഷൈൻഡോക്കായാലും അവിടെ കൈപൊക്കി കാണിച്ചിട്ടാണ് പറഞ്ഞു. എന്തോ അതിലൂടെ പറയാനുണ്ട്. എല്ലാവരും ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആസിഫിൻ്റെ കൂടെ 7ാമത്തെ സിനിമ, ജിസിൻ്റെ കൂടെ 5ാമത്തെ സിനിമ. പക്ഷേ ജിസുമായിട്ട് 20-21 വർഷമായിട്ടുള്ള അടുത്ത ബന്ധമുണ്ട്. ഓരോ സിനിമയും ചലഞ്ചാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഫീൽ ഗുഡിൻ്റെ ആൾ മാറ്റിപ്പിടിക്കുമ്പോൾ ഉത്തരവാദിത്വം കൂടും. ഇനി സിനിമ സംസാരിക്കട്ടെ. സന്തോഷം. Good evening, everybody. Extremely happy to be part of this project. Thank you, Joy sir, and everybody involved. Ayushi, Dr. Rani, everybody asking congratulations. Thank you for inviting me to be part of this movie. Handing over. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു ആസിഫിൻ്റെയും ജെസിൻ്റെയും രണ്ടുപേരുടെയും സിനിമകൾ ഇന്റർവ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ഈ സിനിമ പ്രൊമോഷൻ സ്പേസുകളിൽ. അപ്പോൾ അവർ ഒന്നിക്കുന്ന മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. താങ്ക് യു മാം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോജക്റ്റ് വലിയ വിജയമാവട്ടെ. ജസ്റ്റ് വഴി എനിക്ക് വളരെ ക്ലോസ് ആണ്, സംതിങ് വളരെ ക്ലോസ് ആണ്, വേണു വളരെ ക്ലോസ് ആണ്. സോ വി ആർ ഓൾ ഗുഡ് ഫ്രണ്ട്സ്. സോ വിഷ് ദി എൻ്റയർ ക്രൂ ഫാന്റാസ്റ്റിക് മൂവി. എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു മൂവിയാണ്. Thank you so much. Life hasn't changed as much. Everything is just the same except for the fact that I'm invited to events like these. I'm very happy to be here. Thank you, sir, for having me here. It's a very special moment and I'm happy to share it with Team Kottayam West. ഈ സിനിമയിൽ വളരെ നിർണായകമായ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതും. അപ്പോൾ ഞാനിങ്ങനെ ഗഡുവിനോട് ചോദിക്കുന്നു, ഗഡു ഒത്തിരി പേര് ഒഡീഷൻ ചെയ്തല്ലോ ബാലിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർഫോമൻസ് ആവശ്യമുണ്ട്, അപ്പോൾ അതിനെപ്പറ്റി ആരെങ്കിലും സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഗഡു പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഈ ക്യാരക്ടറിനെ പറ്റി ആരെയും പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഒരാളെ അയച്ചു തരാം, ചേട്ടാ പണം ഉണ്ടാവില്ല. അങ്ങനെ പോലീസ് ക്യാരക്ടർ ചെയ്ത സാൻഡ്രയിൽ പരീക്ഷ വന്നു. സാൻഡ്രയെ വിളിച്ചു, സാൻഡ്ര ഒഡീഷൻ വന്നു. ഒഡീഷൻ കണ്ട് ഞങ്ങൾ എല്ലാവരും ഞെട്ടി. അത്രയും മനോഹരമായിട്ട് പെട്ടെന്ന് ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സ്നേഹത്തോടുകൂടി ബാലൻ എന്ന വലിയ ഹിറ്റിന് ശേഷം സാൻഡ്രയെ ഞങ്ങളുടെ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യണം.
ഗ്രേറ്റ്ഫുൾ ആണ്. ആസിഫിക്ക, സർ, ഈ കോമ്പോയെ പറ്റി ഞാനിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്റെ ഫാമിലിയിലെ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റേജിൽ കയറിയത്. അപ്പോ ഭയങ്കര സന്തോഷം ജിസേട്ട. കാര്യം ഞാൻ കുറെ വർഷങ്ങളായിട്ടോ ചെറുപ്പം മുതലേ ഇവരുടെ കണ്ടാണ് വളരുന്നത്. ജിസേട്ട എപ്പോഴും ഞങ്ങളുടെ വീട്ടില് എന്നേക്കാൾ കൂടുതലുള്ളതാണ് ഇക്കാളുടെ കൂടെ. അപ്പോ എനിക്കിതൊരു ഫാമിലി ഫംഗ്ഷനാണ്. സോ ഓൾ ദി ബെസ്റ്റ് ജിസേട്ട. അപ്പോ ഓൾ ദി ബെസ്റ്റ്, എല്ലാം അടിപൊളിയാവട്ടെ. Once again, all the very best. Congratulations.